നാളെയാണ് ശ്രീ പഞ്ചമി. തിങ്കളാഴ്ച ചൈത്രശുദ്ധ പഞ്ചമിയെ ശ്രീ പഞ്ചമി എന്നും ലക്ഷ്മി പഞ്ചമി എന്നും മദന പഞ്ചമി എന്നും പറയുന്നു. പുതുവർഷത്തിലെ ആദ്യത്തെ ആഘോഷമാണിത്. എന്നാൽ ഈ പുണ്യദിനത്തിൽ ആരെങ്കിലും ഈ കറി വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അവർക്ക് വർഷം മുഴുവൻ നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ ദിവസം ആരെങ്കിലും ഈ കറി കഴിക്കുകയാണെങ്കിൽ അവർക്ക് വർഷം മുഴുവൻ ശുഭവും ലാഭവും ഉണ്ടാകും. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. പ്രശ്നങ്ങളില്ലാതെ വർഷം മുഴുവൻ അനുകൂലമായി മുന്നോട്ടു പോകും. ഭാഗ്യം വരും. വേണ്ടെന്ന് പറഞ്ഞാലും ധനം വരും. അപ്പോൾ ഈ പുണ്യമായ ശ്രീ പഞ്ചമി ദിവസം നമ്മൾ ഏത് കറി ഉണ്ടാക്കി കഴിച്ചാൽ ദാരിദ്ര്യം മാറി വർഷം മുഴുവൻ ധനവർഷം ഉണ്ടാകുമെന്നും ഭാഗ്യവും ഐശ്വര്യവും ഒരുമിച്ചു വരുമെന്നും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. അതുമാത്രമല്ല, ഈ ദിവസം ലക്ഷ്മിദേവിയെ എങ്ങനെ പൂജിക്കണം, ഏതൊക്കെ കറികൾ അബദ്ധത്തിൽ പോലും കഴിക്കരുത്, എന്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, ഒരു രൂപ നാണയം കൊണ്ട് എന്ത് പരിഹാരം ചെയ്യണം എന്ന കാര്യങ്ങളും നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ എവിടെയും ഒഴിവാക്കരുത്. ഈ വീഡിയോയിൽ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിനാൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന. ആദ്യമായി നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും കമന്റ് സെക്ഷനിൽ ഓം നമഃ ശിവായ, ഓം ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ചൈത്രമാസം എന്നാൽ വസന്തകാലത്തിന്റെ വരവോടെ പ്രകൃതി പുളകം കൊള്ളുന്ന സമയമാണ്. ഉഗാദി ഉത്സവത്തോടെ ആരംഭിക്കുന്ന ഈ മാസത്തിൽ വരുന്ന ചൈത്രശുദ്ധ പഞ്ചമിയെ ശ്രീ പഞ്ചമി അല്ലെങ്കിൽ ലക്ഷ്മി പഞ്ചമി അല്ലെങ്കിൽ മദന പഞ്ചമി എന്ന് വിളിക്കുന്നു. തെലുങ്ക് പുതുവർഷം ആരംഭിച്ച് 5-ാം ദിവസമാണ് ഈ ഉത്സവം വരുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ക്ഷീരസാഗര മഥനം നടന്നപ്പോൾ മഹാലക്ഷ്മി ദേവി അവതരിച്ച പുണ്യതിഥിയാണിത്. അതുകൊണ്ടാണ് ഈ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്നും ദാരിദ്ര്യം നീങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നത്. ശ്രീ പഞ്ചമി എന്ന പേരിൽ ശ്രീ എന്നാൽ സമ്പത്തിന്റെ അധിദേവതയായ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം. ഈ ദിവസം ചെയ്യുന്ന പൂജയിലൂടെ ലക്ഷ്മി ദേവി വീട്ടിൽ സ്ഥിരമായി വസിക്കുമെന്ന് മുതിർന്നവർ പറയുന്നു. ഈ തിഥിയെ ചിലർ കൽപവൃക്ഷ പഞ്ചമി എന്നും വിളിക്കാറുണ്ട്. കാരണം നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൽപവൃക്ഷം പോലെ നിറവേറ്റാൻ ഈ ദിവസത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ലക്ഷ്മി പൂജയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും ബിസിനസ് ഇടപാടുകൾക്കും ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം സ്ത്രീകൾ അതിരാവിലെ ഉണരണം. വീട് വൃത്തിയാക്കി വീടിനു മുന്നിൽ രംഗോലി വരച്ച് കുളിച്ച് ഉമ്മറപ്പടി മഞ്ഞളും കുങ്കുമവും കൊണ്ട് അലങ്കരിക്കണം. ഈ ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത് കുളിക്കുക. അങ്ങനെ ചെയ്താൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. സുമംഗലി യോഗം സിദ്ധിക്കും. മുത്തൈതുവുകൾ ഈ ദിവസം കാലുകളിൽ മഞ്ഞൾ പുരട്ടുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഈ ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഐശ്വര്യത്തിന് കുറവുണ്ടാകില്ല. അതിനാൽ ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈ ദിവസം രാവിലെ സ്ത്രീകൾ ലക്ഷ്മിദേവിയെ പൂജിക്കുക. ആദ്യം ദേവിയുടെ ചിത്രം മഞ്ഞളും കുങ്കുമവും കൊണ്ട് അലങ്കരിച്ച് മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട താമരപ്പൂക്കൾ അല്ലെങ്കിൽ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്യുക. പൂജയുടെ തുടക്കത്തിൽ ഗണപതിയെ സ്മരിക്കണം. അതിനുശേഷം ലക്ഷ്മിദേവിക്ക് ഷോഡശോപചാര പൂജ ചെയ്യണം. ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി അല്ലെങ്കിൽ ശ്രീ സൂക്തം ഇന്ന് പാരായണം ചെയ്യുന്നത് വളരെ നല്ല ഫലം നൽകും. അതുപോലെ ദീപാരാധന നടത്തുക. ദീപാരാധനയ്ക്കായി പശുവിൻ നെയ്യ് ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മിക്ക് നിവേദ്യമായി ശർക്കര ചേർത്ത പായസം, പരമാന്നം അല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിക്കണം. പൂജാനന്തരം മുത്തൈതുക്കൾക്ക് താമ്പൂലം നൽകി ദക്ഷിണ താമ്പൂലങ്ങളോടെ ആദരിക്കുന്നത് സൗഭാഗ്യം നൽകും. ഇന്ന് വൈകുന്നേരം വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തും തുളസിക്കോട്ടയുടെ അടുത്തും ദീപങ്ങൾ തെളിയിക്കണം. ഇതിലൂടെ ലക്ഷ്മിദേവിയെ സ്വാഗതം ചെയ്തതായി കണക്കാക്കുന്നു. ഈ പവിത്രമായ ശ്രീ പഞ്ചമി ദിനത്തിൽ ആരെല്ലാം നിശ്ചലമായ ഭക്തിയോടെയും പവിത്രമായ മനസ്സോടെയും ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നുവോ അവരുടെ വീട്ടിൽ ധനധാന്യങ്ങൾക്ക് കുറവുണ്ടാകില്ല. അതുപോലെ ശ്രീ പഞ്ചമി ദിനത്തിൽ അബദ്ധത്തിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഈ ദിവസം പ്രത്യേകിച്ച് താടി ഷേവ് ചെയ്യരുത്, നഖം വെട്ടരുത്, വീട്ടിൽ മാറാല തട്ടരുത്, ഉച്ചസമയത്ത് ഉറങ്ങരുത്. അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യ ദേവത നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കും. പ്രത്യേകിച്ച് ദമ്പതികൾ ബ്രഹ്മചര്യം പാലിക്കണം. അതുപോലെ ഇന്ന് വീട്ടിലെ സ്ത്രീകൾ കരയരുത്. വാതിൽക്കൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, വാതിലിന് കുറുകെ ഇരുന്ന് മുടി ചീകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ ഇന്ന് അബദ്ധത്തിൽ പോലും മാംസാഹാരം കഴിക്കരുത്, മഹാപാപം ഉണ്ടാകും. അതുപോലെ ഈ ലക്ഷ്മി പഞ്ചമി ദിവസം വാതിൽക്കൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന പരിഹാരം ചെയ്യുക. ഇത് സന്ധ്യാസമയത്ത് ചെയ്യേണ്ട പരിഹാരമാണ്. ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മിദേവി ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടാകും. അതിനാൽ ആ സമയത്ത് നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നത് നല്ല ഫലം നൽകും. ആ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ട് അത്ഭുതപ്പെടാൻ കഴിയും.
അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്മി പഞ്ചമി ദിവസം തീർച്ചയായും വാതിൽക്കൽ വൈകുന്നേരം അല്പം ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോൾ, അതായത് 6 മണിക്ക് ഈ കാര്യം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരുടെ വീട്ടിൽ ആ അമ്മ തീർച്ചയായും പ്രവേശിക്കും. അവർക്ക് ഐശ്വര്യത്തോടൊപ്പം നല്ല പുരോഗതിയും നൽകും. ഏതെങ്കിലും ഒരു രൂപത്തിൽ ധൈര്യം നൽകും, ശക്തി നൽകും. അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാം. അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ആ അമ്മ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഇല്ലാത്തവർ, ഞങ്ങൾക്ക് വരുമാനം കൂടുന്നില്ല, ഞങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഒട്ടും ലഭിക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവർ, വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഇന്ന് വാതിൽക്കൽ ഇത് തളിക്കുന്നതിലൂടെ നല്ലത് സംഭവിക്കും. വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ സാധാരണ ഗ്ലാസ് എടുക്കാം. എടുത്ത ശേഷം അതിൽ 2 ടീസ്പൂൺ പാൽ ഒഴിക്കുക. പച്ചപ്പാലോ തിളപ്പിച്ച് തണുപ്പിച്ച പാലോ ആകാം. 2 ടീസ്പൂൺ എടുക്കുക. അതിൽ ഒരു നുള്ളു കുങ്കുമവും മഞ്ഞളും ചേർക്കുക. അങ്ങനെ ചേർത്ത ശേഷം 5-6 തുള്ളി അത്തർ ഒഴിക്കുക. അത്തർ ഉണ്ടെങ്കിൽ അത്തർ ഒഴിക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം. റോസ് വാട്ടർ ഇല്ലെങ്കിൽ റോസ് ഇതളുകൾ ഉണ്ടല്ലോ, അവ 7 എണ്ണം എടുത്ത് പാലിൽ കലർത്തി വാതിൽക്കൽ തളിക്കണം. ഇവിടെ 2 തുള്ളി, അവിടെ 2 തുള്ളി, വലതുവശത്തും ഇടതുവശത്തും 2 തുള്ളി വീതം തളിച്ചാൽ മതി. ഇങ്ങനെ പാൽ വാതിൽക്കൽ തളിക്കുന്നതിലൂടെ അതിൽ ചില വസ്തുക്കൾ ചേർത്തതുകൊണ്ട് അവ കൂടുതൽ പവിത്രമായി മാറി നമുക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമുക്ക് എല്ലാം നല്ലത് സംഭവിക്കാൻ ഇത് സഹായിക്കും. ഒരു പരിധി വരെ ഇത് നമുക്ക് ഐശ്വര്യം നൽകുമെന്ന് പറയാം. അതെ, വാതിൽക്കൽ ഇങ്ങനെ തളിക്കുക. ഇങ്ങനെ തളിക്കുന്നത് നല്ല ഫലം നൽകും. കുങ്കുമവും മഞ്ഞളും മംഗളകരവും വളരെ ശുഭകരവുമാണ്. അവ ശുഭസൂചകങ്ങളാണ്, അശുഭങ്ങളെ അകറ്റുന്നു. അതുപോലെ അത്തർ ലക്ഷ്മീദേവിയുടെ വരവിനെ സൂചിപ്പിക്കുന്നതിനാൽ അത് ആചരിക്കുക. ഇന്ന് സന്ധ്യാസമയത്ത് ലൈറ്റുകൾ ഇട്ട ശേഷം വീട്ടിൽ ചൂലുകൊണ്ട് അടിച്ചുവാരാൻ പാടില്ല. നമ്മൾ വാതിൽ ചവിട്ടാൻ പാടില്ല. സാധാരണയായി ലക്ഷ്മി പഞ്ചമി എന്നല്ല, മറ്റു ദിവസങ്ങളിലും വാതിൽക്കൽ ഇരിക്കുകയോ ഉറങ്ങുകയോ ചവിട്ടുകയോ ചെയ്യരുത്. വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വാതിൽക്കൽ ഇരിക്കുകയോ ചവിട്ടുകയോ ചെയ്താൽ ആ വീട്ടിൽ ലക്ഷ്മീദേവി ഒരിക്കലും വാസം ഉറപ്പിക്കില്ല. ആ വീട് ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ വാതിലിനെ പവിത്രമായി പൂജിക്കുക. നമ്മുടെ വീട്ടിലേക്ക് നല്ലതോ ചീത്തയോ വരണമെങ്കിൽ വാതിലിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വാതിലിനെ എത്ര നന്നായി പൂജിക്കുന്നുവോ അത്രയും നല്ലത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ നിയമങ്ങൾ ആചരിക്കുക. അതുപോലെ ലക്ഷ്മി പഞ്ചമി ദിവസം നമ്മൾ പഴയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ കറങ്ങുകയാണെങ്കിൽ, നൈറ്റികൾ ധരിച്ച് കറങ്ങുകയാണെങ്കിൽ ലക്ഷ്മീദേവി നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അതുകൊണ്ട് ലക്ഷ്മി പഞ്ചമി ദിവസം എല്ലാവരും ഈ നിയമങ്ങൾ പാലിച്ചു വാതിൽക്കൽ ഇത് തളിക്കുന്നതിലൂടെ ശുഭഫലങ്ങൾ നേടാം. ഇനി ഈ ശ്രീ പഞ്ചമി ദിവസം ഏത് കറി കഴിച്ചാൽ ഭാഗ്യം, ഐശ്വര്യം, ലക്ഷ്മി കടാക്ഷം എന്നിവ ലഭിക്കും എന്നതിലേക്ക് വന്നാൽ, ഇന്ന് നല്ല ആരോഗ്യവും ശുഭഫലങ്ങളും നൽകുന്ന ഭക്ഷണം കഴിക്കുന്നത് വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ശ്രീ പഞ്ചമി ദിവസം ചില പ്രത്യേക കറികൾ കഴിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും നൽകുമെന്ന് നമ്മുടെ പൂർവികർ പറയുന്നു. ഈ ദിവസം ആദ്യം മാങ്ങ പരിപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീ പഞ്ചമി ദിനത്തിൽ മാങ്ങ കഴിക്കുന്നത് ഒരു ആചാരമായതിനാൽ മാങ്ങ പരിപ്പ്, മാങ്ങ മുദ്ദപ്പപ്പ് അല്ലെങ്കിൽ മാങ്ങ ചേർത്ത മറ്റേതെങ്കിലും കറികൾ പാകം ചെയ്ത് കഴിക്കുന്നതിലൂടെ നല്ല ഫലങ്ങൾ ലഭിക്കും. മാങ്ങ ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും വളരെ സവിശേഷമായ രുചി നൽകുകയും ചെയ്യുന്നു. അതിനാൽ ശ്രീ പഞ്ചമി ദിനത്തിൽ മാങ്ങ കറിയിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീ പഞ്ചമി ദിനത്തിൽ ചുരക്ക കഴിക്കുന്നതും വളരെ നല്ലതും പ്രയോജനകരവുമാണ്. ഈ ദിവസം ചുരക്ക കഴിച്ചാൽ ഭാഗ്യം ഉണ്ടാകും. ചുരക്ക ശരീരത്തെ തണുപ്പിക്കുന്ന ഗുണങ്ങളുള്ള ഒന്നാണ്. വേനൽക്കാലം ആരംഭിക്കുന്ന ശ്രീ പഞ്ചമി സമയത്ത് ചുരക്ക പുളിശ്ശേരിയോ കറിയോ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ഊർജം നൽകുകയും ചെയ്യുന്നതിനാൽ ഈ ദിവസം ഏതെങ്കിലും രൂപത്തിൽ ചുരക്ക കഴിക്കാൻ ശ്രമിക്കുക. ഇനി നല്ലേരു. ഇതിനെ നല്ലേരു കാട എന്നും വിളിക്കാറുണ്ട്. ഗ്രാമങ്ങളിൽ ഇത് ധാരാളമായി ലഭിക്കും. നല്ലേരു കാട എന്നത് ഒരു സസ്യം മാത്രമല്ല, അതിൽ ധാരാളം ഔഷധഗുണങ്ങളും ആത്മീയ ശക്തികളും അടങ്ങിയിരിക്കുന്നു. ഇന്ന് നല്ലേരു കാടകൾ കൊണ്ട് ചമ്മന്തിയോ കറിയോ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും. നല്ലേരു കാട എല്ലുകളെ ബലപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ ഈ നല്ലേരു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തീർച്ചയായും ഈ നല്ലേരു കാടയെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നീട് ഇന്ന് അമരക്ക കറി കഴിക്കുന്നതും വളരെ ശുഭകരമാണ്. അമരക്ക കഴിക്കുന്നത് ശരീരത്തിന് ആരോഗ്യകരമാണ്. ഇത് പൊട്ടാസ്യവും പ്രോട്ടീനും ലഭിക്കുന്ന ഒരു നല്ല പച്ചക്കറിയാണ്. ശ്രീ പഞ്ചമി ദിനത്തിൽ ഇത് വറുത്തോ കറിയാക്കിയോ കഴിച്ചാൽ രുചിയോടൊപ്പം ആരോഗ്യവും ലഭിക്കും. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്താൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. അതുപോലെ ശ്രീ പഞ്ചമി ദിനത്തിൽ പടവലം കഴിക്കുന്നതും വളരെ നല്ലതാണ്. പടവലം എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഇന്ന് ഇത് പരിപ്പിനൊപ്പം ചേർത്തോ വറുത്തോ കറിയാക്കിയോ കഴിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം തെളിയും,
ഐശ്വര്യം വരും. അതുമാത്രമല്ല, ശ്രീ പഞ്ചമി ദിനത്തിൽ പച്ചവാഴക്ക കഴിക്കുന്നതും വളരെ ശുഭകരമാണ്. ഇന്ന് പച്ചവാഴക്ക കറി ആരെല്ലാം കഴിക്കുന്നുവോ അവരുടെ വീട്ടിലേക്ക് വർഷം മുഴുവൻ ധനം വന്നുകൊണ്ടിരിക്കും. വാഴക്ക ശുഭകാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു ആചാരമാണ്. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുകയും ആരോഗ്യത്തിന് നല്ല പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. ശ്രീ പഞ്ചമി ദിനത്തിൽ വാഴക്ക പുളിശ്ശേരിയോ വറുത്തതോ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതുപോലെ ശ്രീ പഞ്ചമി ദിനത്തിൽ കോവക്ക വറുത്തത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കോവക്ക ആരോഗ്യകരമായ ഒരു പച്ചക്കറിയാണ്. ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും നല്ല പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ കറി ശ്രീ പഞ്ചമി ദിനത്തിൽ വറുത്തതോ എരിവുള്ള കറിയായോ കഴിച്ചാൽ രുചികരമായിരിക്കും. അതുകൊണ്ട് ശ്രീ പഞ്ചമി ദിവസം ഈ കറികളിൽ ഏതെങ്കിലും ഒന്ന് പാചകം ചെയ്ത് കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതും പ്രയോജനകരവുമാണ്. അതുകൊണ്ട് വളരെ പവിത്രമായ ശ്രീ പഞ്ചമി ദിവസം ഈ കറികളിൽ ഏതെങ്കിലും ഒന്ന് പാചകം ചെയ്ത് കഴിച്ച് എല്ലാ നല്ല കാര്യങ്ങളും നേടുക. ഇനി അതിനുശേഷം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ഒരു രൂപ നാണയം കൊണ്ട് ഈ കാര്യം ചെയ്യുക. നല്ല ഫലം ലഭിക്കും. ഒരു രൂപ നാണയത്തിന് വലിയ ശക്തിയുണ്ട്. ഒരു രൂപയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു രൂപയ്ക്ക് അതീത ശക്തിയുണ്ട്. ഒരു രൂപ നാണയം മനുഷ്യന്റെ നിലനിൽപ്പുമായി, അതായത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു രൂപ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴാണ്. പണമുണ്ടെങ്കിൽ സ്നേഹവും വാത്സല്യവും ഉണ്ടാകും, ബഹുമാനം ഉണ്ടാകും, നല്ല മര്യാദയും ഇതെല്ലാം ഉണ്ടാകും. അതേസമയം നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യും. നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും, അതായത് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് ഓരോ മനുഷ്യനും ജീവിതത്തിൽ പണം ആവശ്യമാണ്. ആ പണം ഒരു രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പണം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു രൂപ കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപ ഇല്ലെങ്കിൽ സമ്പാദ്യമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു രൂപയിൽ നിന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരു രൂപ നാണയം കൊണ്ട് പരിഹാരം ചെയ്താൽ തീർച്ചയായും ഫലം ഉണ്ടാകും. ആ ഫലം നിങ്ങൾ കാണും, അത്ഭുതപ്പെടും. അതുകൊണ്ട് ഈ ഒരു രൂപ നാണയ പരിഹാരം ഈ രീതിയിൽ ആചരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു രൂപ നാണയം എടുക്കുക. ഒരു രൂപ മാത്രം എടുക്കണം. ഒരു രൂപ നാണയത്തെ ലക്ഷ്മീദേവിയുടെ രൂപമായിട്ടാണ് മുതിർന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് ലക്ഷ്മീദേവി ഒരു രൂപയിൽ ഉണ്ടെന്ന് ചില പുരാണങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു രൂപ നോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഉറച്ച ഒരു പ്രതിജ്ഞ എടുക്കണം. ഒരു രൂപ നോട്ട് എടുത്ത് പരിഹാരം ചെയ്യുന്നതുകൊണ്ട് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്താണോ അത് നീങ്ങണം. നമുക്ക് നല്ലത് സംഭവിക്കുന്നതിനോടൊപ്പം എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തിന് നേരം വെളുക്കുമ്പോഴേക്കും ഒരു പരിഹാരം ലഭിക്കണം എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക. അതിനുശേഷം ഈ ഒരു രൂപ നോട്ട് നിങ്ങൾ പരിഹാരമായി ഉപയോഗിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതുകൊണ്ട് ഒരു രൂപ നോട്ട് എടുക്കുക. രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ പോകുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യുക. ഉറങ്ങുന്ന സമയത്ത് ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കും. നേരം വെളുക്കുമ്പോഴേക്കും ഒരു പരിധിവരെ ഫലം നമ്മൾ കാണും. കണ്ട് അത്ഭുതപ്പെടാൻ കഴിയുമെന്ന് പറയാം. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആരോടും പറയാതെ ഒരു രൂപ നോട്ട് എടുത്ത് നിങ്ങൾ തീർച്ചയായും ഈ പരിഹാരം ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു രൂപ നോട്ട് എടുത്ത് അതിന് പ്രതിജ്ഞ എടുത്ത് അതിനുശേഷം ഒരു രൂപ നോട്ട് ഒരു ചെറിയ വെളുത്ത പേപ്പർ എടുത്ത് ആ വെളുത്ത പേപ്പറിൽ ഈ ഒരു രൂപ നോട്ട് വെക്കുക. ഈ ഒരു രൂപ നോട്ടിന് മുകളിൽ കുറച്ച് മഞ്ഞൾ അക്ഷതങ്ങൾ ഇടുക. കാരണം അക്ഷതങ്ങൾക്കും ഒരുപാട് ശക്തികളുണ്ട്. അക്ഷതങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും, നമ്മുടെ ജീവിതം മാറ്റും. ധനത്തെ ആകർഷിക്കുന്നതുകൊണ്ട് കുറച്ച് അക്ഷതങ്ങൾ ഇടുക. അതിനു മുകളിൽ ഒരു നുള്ളു കുങ്കുമവും ഈ അക്ഷതങ്ങൾക്ക് മുകളിൽ ഇടുക. കുങ്കുമത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കുങ്കുമം പരമപവിത്രമാണ്, മംഗളകരമാണ്. കുങ്കുമത്തിനും ഒരുപാട് വിപരീത ശക്തികളുണ്ട്. അവസാനമായി ഒരു തുളസിയിലയും പേപ്പറിൽ ഇടുക. കാരണം തുളസിയില വളരെ നല്ലതാണ്, ധനത്തെ ആകർഷിക്കും. അതുകൊണ്ട് പേപ്പറിൽ ഇതെല്ലാം ഇട്ട് ഒരു ചെറിയ പൊതി പോലെ ചുരുട്ടുക. അതിനുശേഷം ആ പൊതിക്ക് ഒരു നമസ്കാരം ചെയ്യുക. അങ്ങനെ ചെയ്ത ശേഷം ഈ പൊതി എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് അങ്ങനെ വിടുക. ഒരു രാത്രി മുഴുവൻ അവിടെ ഉപേക്ഷിക്കണം. അടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം പൂജാമുറിയിൽ പോയി കെട്ട് എടുത്ത് അടുത്തുള്ള അമ്പലത്തിൽ പോയി ആ അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ ഈ കെട്ട് ഇടുക. ഈ കെട്ടിനൊപ്പം കുറച്ച് പണവും കാണിക്കവഞ്ചിയിൽ ഇടുക. ഈ പഞ്ചമി തിഥി ദിവസം ഇങ്ങനെ ഒരു രൂപ നാണയം പരിഹാരമായി ചെയ്താൽ കടുത്ത ദരിദ്രനാണെങ്കിൽ പോലും കുബേരനായി മാറും. അതിനാൽ നിങ്ങളും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു രൂപ നാണയം കൊണ്ട് ഈ പരിഹാരം ചെയ്ത് ശുഭഫലങ്ങൾ നേടുക. പഞ്ചമി തിഥി ലക്ഷ്മീദേവിക്ക് വളരെ പ്രിയപ്പെട്ട തിഥിയായതിനാൽ ഈ ദിവസം എല്ലാ സ്ത്രീകളും തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ലക്ഷ്മീദേവിയെ പൂജിക്കണം. ഈ ദിവസം നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകുന്നേരം സന്ധ്യാസമയത്ത്, അതായത്
അര 5-നും അര 6-നും ഇടയിൽ ലക്ഷ്മീദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന രീതിയിൽ ഒരു വിളക്ക് കത്തിച്ചാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്താൽ തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം വരുമെന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ ആ വിളക്ക് എങ്ങനെ കത്തിക്കണം എന്നാണെങ്കിൽ, ഈ പഞ്ചമി തിഥിയുള്ള ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് സ്ത്രീകൾ കുളിച്ച് ശുദ്ധിയായി അല്ലെങ്കിൽ കൈകാലുകൾ കഴുകി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു വെറ്റിലയോ ഒരു അരയാലിലയോ വെക്കുക. ആ ഇലയിൽ മഞ്ഞൾ കൊണ്ട് ഓം ചിഹ്നം വരയ്ക്കുക. അതിനുശേഷം ആ ഇലയിൽ ഒരു മൺവിളക്ക് വെക്കുക. നിങ്ങളുടെ അടുത്ത് മൺവിളക്കില്ലെങ്കിൽ നിങ്ങൾ സാധാരണയായി ഏത് വിളക്കിലാണോ ദീപം കൊളുത്താറുള്ളത് ആ വിളക്കിൽ ഒരു ഇലയിൽ ദീപം വെക്കുക. അതിനുശേഷം ഈ വിളക്കിൽ എള്ളെണ്ണയോ പശുവിൻ നെയ്യോ ഒഴിച്ച് 3 തിരികൾ ഇട്ട് ദീപം കൊളുത്തുക. അങ്ങനെ ദീപം കൊളുത്തിയ ശേഷം കത്തുന്ന ദീപത്തിൽ, അതായത് ദീപത്തിലെ എണ്ണയിൽ അല്പം കറുവപ്പട്ട പൊടി കൂടി ചേർക്കുക. പഞ്ചമി ദിവസം പ്രത്യേകമായി കറുവപ്പട്ട പൊടി ചേർത്ത് ദീപം കൊളുത്തിയാൽ ലക്ഷ്മീദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കും. തലമുറകളോളം കുറയാത്ത ഐശ്വര്യത്താൽ നിങ്ങളുടെ വീട് നിറയും. കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും. അപ്രതിരോധ്യമായ രാജയോഗം ലഭിക്കും. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും. അതിനാൽ നാളെ വളരെ പവിത്രമായ പഞ്ചമി തിഥിയുള്ള ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ലളിതമായി ദീപം കൊളുത്തി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളും നേടി സന്തോഷത്തോടെ ജീവിക്കുക.